പ്രധാനമന്ത്രിനെ കാണാൻ വന്നാണോ? അതെ. എവിടുന്നാ വരുന്നേ? പത്തിരിപ്പാല. ആ, പാലക്കാട് പത്തിരിപ്പാല എന്ന് പറയും. മണ്ണൂർ പഞ്ചായത്തിൽ പെട്ടത്. അതെ. അത്ര ദൂരത്തുനിന്ന് വരികയാണ്. ആ, പ്രധാനമന്ത്രി ഒരു നോക്ക് കാണണം. കാണണം. ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല, അതിന് വേണ്ടി വന്നിരിക്കുക. അതിനായിട്ട് വന്നു. ഇതാ എൻ്റെ കുട്ടിയുണ്ട്, പിന്നെ മോള് പിന്നെ ഇവിടെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. മോള് സ്ഥാനാർത്ഥിയായിരുന്നു, പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിച്ചായിരുന്നു. അതെ. എന്താ മോദിനെ കുറിച്ച് പറയാനുള്ളത്? ഞങ്ങൾക്ക് നല്ലതേ പറയാനുള്ളൂ. പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഞങ്ങൾ നല്ലതായിട്ട് തന്നെ കണക്കാക്കുന്നത് മോദി ആ പാവങ്ങളെത്താൻ തന്നെ മോദി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു വീഡിയോസിൻ്റെ താഴെ ഒരുപാട് കമൻസുകൾ കണ്ടിട്ടോ. എടാ, നമ്മളെ നാട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം നമുക്ക് തിരഞ്ഞെടുക്കാം. അത് നമ്മളെ വിവേകവും ബുദ്ധിയും അനുസരിച്ചിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം. അവർ തിരഞ്ഞെടുത്തത് ആ പാർട്ടി ആയിരിക്കും. എത്രയോ മുസ്ലിങ്ങൾ BJP-യിലില്ലേ, എത്രയോ ഹിന്ദുക്കൾ മറ്റുള്ള പാർട്ടികളിലില്ലേ. അവർക്ക് നരേന്ദ്രമോദിയിൽ നല്ലൊരു ക്വാളിറ്റി അവർ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം. എനിക്കോ നിങ്ങൾക്കോ അത് കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ വീഡിയോസും അവരുടെ നിലപാടും അവരുടെ ആശയം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യാത്തത്. ഞാൻ അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യാത്തത്. ഞാൻ ഏത് പാർട്ടിയെ സപ്പോർട്ട് ചെയ്താലും BJP എന്ന പാർട്ടി വികസനറ്റി എന്നാണോ, അല്ലെങ്കിൽ ഈ വർഗീയത പറയാതെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ എന്നാണോ, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ നോർത്തിൽ ഒരുപാട് ഉപദ്രവിക്കുന്ന വീഡിയോസുകൾ ഡെയിലി കാണുന്നതാണ്, ഡെയിലി അതൊന്നും ഇല്ലാതെ എന്നാണോ വരുന്നത്, അന്ന് ഈ പറഞ്ഞ ഞാനും സപ്പോർട്ട് ചെയ്യും. അല്ലാതെ ഞാൻ ഒരിക്കലും BJPയെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ മോദിൻ്റെ വീഡിയോസുകൾ ഇടാറുണ്ട്, സ്റ്റാറ്റസ് വെക്കാറുണ്ട്. അതെന്താണ്, അത് അദ്ദേഹം നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ വെക്കണം. പക്ഷെ മറ്റുള്ളതിന് അവരുടെ ആശയത്തെ RSS BJPൻ്റെ ആശയത്തോട് ഞാൻ ഒരിക്കലും യോജിപ്പില്ല.